ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെൽ ഹൂക്സിൻ്റെ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വെയർ വി സ്റ്റാൻഡ് എന്ന എസ്സേ ആണ്. ബെൽ ഹൂക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബെൽ ഹൂക്സ് ഒരു ഫേമസ് ബ്ലാക്ക് ഫെമിനിസ്റ്റ് റൈറ്ററും പബ്ലിക് ഇൻ്റലക്ച്വലും പ്രൊഫസറുമാണ്. ബെൽ ഹൂക്സിൻ്റെ യഥാർത്ഥ പേര് ഗ്ലോറിയ ജീൻ വാട്കിൻസ് എന്നാണ്. ഹൂക്സിൻ്റെ എഴുത്തുകൾ റേസ്, ജെൻഡർ, ക്ലാസ് എന്നിവ എങ്ങനെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നു എന്നും അതുപോലെ തന്നെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇവ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നും പറയുന്നു. ഹൂക്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള 2 ബുക്സിൻ്റെ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേതാണ് ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെൻറ്റർ ആൻഡ് രണ്ടാമത്തേത് ഓൾ അബൌട്ട് ലവ്. ഇനി നമുക്ക് എസ്സേയിലോട്ട് കിടക്കാം. ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വെയർ വി സ്റ്റാൻഡ് എന്ന ഈ എസ്സേയിലൂടെ ബെൽ ഹൂക്സ് 3 ആശയങ്ങൾ പങ്കുവെക്കുന്നു. അത് ഏതൊക്കെയാണ്? ഹെർ ഐഡിയ അബൌട്ട് ഫെമിനിസം, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഫെമിനിസം ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റസ് ഓഫ് ഫെമിനിസം. എസ്സേയുടെ തുടക്കത്തിൽ തന്നെ ബെൽ ഹൂക്സ് ഫെമിനിസത്തിന് ഒരു പെർഫെക്റ്റ് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എന്താണത്? ഫെമിനിസം ഇസ് എ മൂവ്മെൻറ്റ് ടു എൻഡ് സെക്സിസം. എന്താണ് ഫെമിനിസം? ഇസ് എ മൂവ്മെൻറ്റ് ടു എൻഡ് സെക്സിസം. നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണത്? ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹേറ്റിംഗ് മെൻ. പുരുഷവിദ്രോഹമാണ് ഫെമിനിസം എന്നാണ് നമ്മളിൽ കുറേ പേർ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഡെഫിനിഷനിലൂടെ ഹൂക്സ് പുരുഷന്മാരെ അല്ല കുറ്റപ്പെടുത്തുന്നത്. പകരം സെക്സിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയെയും സെക്സിസ്റ്റ് ആയിട്ടുള്ള പ്രവൃത്തികളെയുമാണ് ഹൂക്സ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് സെക്സിസം? സെക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സെക്സ് അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിസിൽ അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് സെക്സിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർ പറയില്ലേ ഒരു സ്ത്രീയുടെ സ്ഥാനം അടുക്കളയിൽ മാത്രമാണെന്ന്. മറ്റു ചിലർ പറയും പുരുഷന്മാർ കരയാറില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? സെക്സിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഹൂക്സ് ഇവിടെ പറയുന്നുണ്ട്, ഈ സെക്സിസ്റ്റുകൾ പുരുഷന്മാരാകാം, സ്ത്രീകളാകാം, കുട്ടികളാകാം, അതുമല്ല മുതിർന്നവരുമാകാം. ഈ സെക്സിസം 2 ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ലെവലിലും രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലെങ്കിൽ സൊസൈറ്റൽ സെക്സിസം എന്ന ലെവലിലും. ഇപ്പോൾ ഒരു പയ്യൻ പറയാണ് ഗേൾസിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല സ്പോർട്സ്. ഇത് അവൻ്റെ വ്യക്തിഗത ചിന്താഗതിയാണ് കാണിക്കുന്നത്. അവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണിത്. ഇതാണ് ഇൻഡിവിജ്വൽ സെക്സിസം. ഇപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ ജോലി ചെയ്യുന്ന പുരുഷനും സ്ത്രീക്കും 2 ഡിഫറെൻറ്റ് ശമ്പളമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സ്ത്രീക്ക് പുരുഷന്മാരെക്കാട്ടിലും കുറച്ചുകൂടെ കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സെക്സിസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെക്സിസം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്തതായി ഹൂക്സ് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫെമിനിസത്തെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയാണ്. ഒന്നാമത്തത് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് സെക്സിസം. അതായത് ആളുകൾക്ക് സെക്സിസം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആളുകൾ സെക്സിസം എന്നതിനെ ഒരു സീരിയസ് പ്രശ്നമായിട്ട് അവരതിനെ കാണുന്നില്ല. രണ്ടാമത്തത് എന്താ? ഫെമിനിസം ഈസ് സീൻ ആസ് വിമൻ വാണ്ടിങ് ടു ബി മെൻ. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഫെമിനിസം എന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. മൂന്നാമത്തതാണ് ഫെമിനിസം ഈസ് സീൻ ആസ് ആൻറ്റി മെയിൽ. പുരുഷന്മാരോട് വെറുപ്പ് കാണിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരെ വെറുക്കുക എന്നതാണ് ഫെമിനിസം എന്ന് മറ്റു ചിലരും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളുടെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്? ഫെമിനിസത്തെ പറ്റിയുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ മറ്റുള്ളവരിൽ എത്തിക്കുന്നത് പേട്രിയാർക്കൽ മാസ് മീഡിയയാണ്. ഈ പുരുഷാധിപത്യ മാധ്യമങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വൈറ്റ് വെൽത്തി വിമനെയാണ്. അപ്പോൾ സമ്പന്നരായിട്ടുള്ള ഈ വൈറ്റ് സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്ത് പുരുഷന്മാരെ പോലെ തന്നെ അവർക്ക് ഈക്വൽ പേ, അതായത് ഈക്വൽ ശമ്പളം ലഭിക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാർ അവരെ വീട്ടുജോലികളിൽ സഹായിക്കണം എന്നാഗ്രഹിക്കുന്നതാണ് ഫെമിനിസം എന്നാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഹൂക്സ് അടുത്തതായി പറയുന്നത് ഫെമിനിസത്തിൻ്റെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജസിനെ പറ്റിയിട്ടാണ്, ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ആൻറ്റി മെയിൽ സെൻറ്റിമെൻറ്റ്, അതായത് ഒരു പുരുഷവിരുദ്ധ വികാരം സ്ത്രീകളിൽ ഉണ്ടായിരുന്നുവെന്ന് ഹൂക്സ് പറയുന്നു. കാരണം എന്താണ്? സ്ത്രീകൾ ഭയങ്കര ആംഗ്രി ആയിരുന്നു. എന്തുകൊണ്ട്? കാരണം മെന്നായിരുന്നു അവരെ കൺട്രോൾ ചെയ്തിരുന്നത്. അവരോട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസിനൊന്നും ഒരു വിലയും അന്നത്തെ പുരുഷന്മാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് ഇത് ഭയങ്കര ദേഷ്യമായി. ഈ ഒരു ദേഷ്യമാണ് വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റിലേക്ക് നയിച്ചത്. ആൻറ്റി ക്ലാസിസ്റ്റ് ആൻഡ് ആൻറ്റി റേസിസ്റ്റ് മൂവ്മെൻറ്റ്സിൽ ഫ്രീഡത്തിനെ പറ്റിയും ഇക്വാളിറ്റിയെ പറ്റിയും പറഞ്ഞ സെയിം പുരുഷന്മാർ തന്നെയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരാലോചിച്ചു, അതെന്താ അങ്ങനെ? പുരുഷന്മാർക്ക് നേതാക്കന്മാരാകണമെന്നും സ്ത്രീകൾ അവരെ എപ്പോഴും പിന്തുടരണമെന്നുമാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് എന്ന് അന്നത്തെ സ്ത്രീകൾ മനസ്സിലാക്കി. സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങളെയൊക്കെ തുറന്നു പറയാനും അതിനൊരു പരിഹാരം കൊണ്ടുവരാനും വേണ്ടി ഒരു മൂവ്മെൻറ്റ്, ഒരു പ്രസ്ഥാനം ആവശ്യമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കി.
അങ്ങനെ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം സ്ത്രീകൾ മറ്റൊരു കാര്യം മനസ്സിലാക്കി. അതായത് ഈ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ട്. അവർ മനസ്സിലാക്കിയ ഏറ്റവും മേജറായിട്ടുള്ളൊരു കാര്യമാണ് വിമൻ ക്യാൻ ബി സെക്സിസ്റ്റ് ടു. പുരുഷന്മാരുടെ ഇടയിൽ മാത്രമല്ല സ്ത്രീകളുടെ ഇടയിലും ഈ ഒരു ലിംഗവിവേചന ചിന്താഗതി ഉണ്ടെന്ന് സ്ത്രീകൾ മനസ്സിലാക്കി. അങ്ങനെ ഈ മൂവ്മെൻറ്റിൻ്റെ ഫോക്കസ് ആൻറ്റി മെയിൽ സെൻറ്റിമെൻറ്റിൽ നിന്നും ജെൻഡർ ജസ്റ്റിസിലേക്ക് മാറി. അന്നേരമാണ് സിസ്റ്റർഹുഡ് എന്ന ആശയം കടന്നു വരുന്നത്. പക്ഷേ സിസ്റ്റർഹുഡ് നേടിയെടുക്കുക എന്നുള്ളത് അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഇവരുടെ ഇടയിൽ തന്നെ ക്ലാസ്, റേസിൻ്റെ ബേസിസിൽ വിവേചനം നടക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അവരുടെ ക്ലാസ് അല്ലെങ്കിൽ റേസ് അല്ലെങ്കിൽ സെക്സിൻ്റെ ബേസിസിൽ അവരെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നതിനെ സംബോധന ചെയ്യണമെന്ന് സ്ത്രീകൾ തീരുമാനിച്ചു. അപ്പോൾ യഥാർത്ഥ സിസ്റ്റർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും എല്ലാ റേസിലുമുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പോരാടുന്നതുമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കി. അടുത്തതായി ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ ബ്ലാക്ക് വിമൻ്റെ ആദ്യകാല പോരാട്ടങ്ങളെക്കുറിച്ചാണ് ബെൽ ഹൂക്സ് ചർച്ച ചെയ്യുന്നത്. മോഡേൺ ഫെമിനിസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ബ്ലാക്ക് വിമനും ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ അന്നത്തെ വൈറ്റ് വിമന് കിട്ടിയതുപോലത്തെ ശ്രദ്ധയോ അംഗീകാരമോ അന്ന് ബ്ലാക്ക് വിമന് കിട്ടിയിരുന്നില്ല. കൂടുതലായും ബ്ലാക്ക് വിമൻ ഫോളോ ചെയ്തത് റെവല്യൂഷണറി ഫെമിനിസ്റ്റ് വ്യൂസാണ്. അതായത് അവർക്ക് ആ ഒരു എൻറ്റയർ സിസ്റ്റത്തെ അല്ലെങ്കിൽ എൻറ്റയർ സൊസൈറ്റിയെ അവർ മാറ്റാൻ അവർ ആഗ്രഹിച്ചു. അവർ ഇക്വാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല പോരാടിയത്, പകരം ആ ഒരു എൻറ്റയർ സൊസൈറ്റിയെ മാറ്റാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ ഇതേ സമയം റിഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾ എന്താ ഫോക്കസ് ചെയ്തത്? അവർ ജസ്റ്റ് ഈക്വൽ പേ, അതായത് വർക്കിംഗ് പ്ലേസസിൽ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള സെയിം ശമ്പളം കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിലൂടെ വന്ന അടുത്ത പ്രശ്നമാണ് റേസിസം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ ഷുഡ് ബി ഈക്വൽ ടു മെൻ, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ഈക്വൽ സ്റ്റേറ്റസിന് വേണ്ടിയിട്ടാണ് ഫെമിനിസ്റ്റുകൾ പ്രവർത്തിച്ചത്. പക്ഷേ ബ്ലാക്ക് വിമന് ഇതറിയായിരുന്നു, ഈ ഒരു സംഭവം ഇവർക്ക് വർക്കാവില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് റേസിസം നിലനിൽക്കുന്നത് കൊണ്ട് ഇക്വാലിറ്റി ലഭിക്കില്ല എന്ന് ബ്ലാക്ക് വിമൻ വിശ്വസിച്ചിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു അവരിപ്പോൾ ജീവിക്കുന്നത് ഒരു വൈറ്റ് പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ്. ഈ സൊസൈറ്റിയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ അവരെ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവരിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇക്വാലിറ്റി, ഈക്വൽ സ്റ്റേറ്റസ് എന്നിവയൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമായിട്ട് തന്നെ അവർ കണ്ടു. ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഈ 2 ഗ്രൂപ്പ്സിനും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പായിരുന്നു റിഫോമേഴ്സിന് ജസ്റ്റ് മെന്നുമായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ട് ഒരു ഇക്വാലിറ്റി ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നതിലായിരുന്നു. ജോലി സ്ഥലങ്ങളിൽ ഈക്വൽ ആയിട്ടുള്ള ശമ്പളം ലഭിക്കുക, അതുപോലെ തന്നെ വിമനും ലീഡർഷിപ്പ് പൊസിഷനിൽ അവർക്കും അവസരം നൽകുക, ഇതിനെയൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തത്. അടുത്ത ഗ്രൂപ്പായിരുന്നു റെവല്യൂഷണറീസ്. അവർക്ക് ആ ഒരു ഹോൾ സിസ്റ്റം, ആ ഒരു എൻറ്റയർ സിസ്റ്റത്തെ തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു. അതായത് ഈ ഒരു പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഈ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ സെക്സിസത്തിന് ഒരു അവസാനം കൊണ്ടുവരാനും വേണ്ടി അവർ പരിശ്രമിച്ചു. അതിനുവേണ്ടി അവർ ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെയും ഈ മെയിൻ സ്ട്രീം മീഡിയ, അതായത് ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തത്? മാധ്യമങ്ങളെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് പേട്രിയാർക്കൽ ഫോഴ്സസ് ആണ്, അതായത് മെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഫോക്കസ് ചെയ്തത് ഇക്വാലിറ്റി വിത്ത് മെൻ എന്ന ഐഡിയയാണ്. അവർ ഈ റാഡിക്കൽ ഐഡിയാസ് ആയിട്ടുള്ള ഇപ്പം ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്യുക, എൻറ്റയർ സൊസൈറ്റിയെ അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തെ മാറ്റിയെടുക്കുക എന്നീ ഐഡിയയൊന്നും അവർ മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാൻ പോലും താല്പര്യപ്പെട്ടിരുന്നില്ല. പൊതുജനങ്ങളും അപ്പോൾ എന്ത് വിശ്വസിച്ചു? സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകാൻ ശ്രമിക്കുന്നതാണ് ഫെമിനിസം എന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചു. ഇതേ സമയം ആ കാലഘട്ടത്തിലുണ്ടായ എക്കണോമിക് പ്രോബ്ലംസ്, സ്ത്രീകൾക്കും ജോലി ചെയ്യാം, സ്ത്രീകൾക്കും ഈക്വൽ ആയിട്ടുള്ള ശമ്പളം ലഭിക്കണം എന്നുള്ളൊരു ഐഡിയ ആളുകളിൽ എത്തിച്ചു. അങ്ങനെ സ്ത്രീകളും കുറച്ചുകൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. ഈ സമയത്ത് റേസും ഫെമിനിസവും തമ്മിൽ ഒരു ക്ലാഷ് വന്നു. വൈറ്റ് മെൻ എന്താ ചെയ്തതെന്നറിയോ? വൈറ്റ് മെൻ ഈ വിമൻസ് റൈറ്റിനെ സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇവർക്ക് ലാഭകരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രം വൈറ്റ് മെൻ വിമൻസ് റൈറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റൊക്കെ എൻഡ് ചെയ്ത് കുറച്ചുകൂടി ഈ വംശീയപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. ഈ സമയത്ത് വൈറ്റ് വിമൻ എന്ത് ചെയ്തു? അവരുടെ റൈറ്റ്സിന് വേണ്ടി അവർ പോരാടാൻ തുടങ്ങി. കാരണം എന്താ? ഈ ഒരു പവർ സ്ട്രക്ചർ, അതായത് ബ്ലാക്ക് മെൻ എപ്പോഴും താഴെ, വൈറ്റ് മെൻ എപ്പോഴും മുകളിൽ എന്നുള്ള ഈ ഒരു പവർ സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് വൈറ്റ് പീപ്പിൾ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ അവർ ഫോക്കസ് ചെയ്തത് വർക്ക് പ്ലേസ് ഇക്വാലിറ്റി മാത്രമാണ്.
ഈ വർക്ക് പ്ലേസ് ഇക്വാലിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തപ്പം നേരത്തെ പറഞ്ഞിരുന്ന റെവല്യൂഷണറി ഗോൾസ് ഓഫ് ഫെമിനിസം അല്ലേ, അതായത് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചലഞ്ച് ചെയ്യുക, ഈ ഒരു ഗോൾസിനെയൊക്കെ ആളുകൾ മറക്കാൻ തുടങ്ങി. ഇങ്ങനെ റെവല്യൂഷണറി ഫെമിനിസത്തിന് ഒരു അവസാനം കാണാൻ തുടങ്ങി. വൈറ്റ് വിമൻ്റെ എക്കണോമിക് സ്റ്റേറ്റസ് മെച്ചപ്പെടാൻ തുടങ്ങിയപ്പം അവർ നേരത്തെ പറഞ്ഞിരുന്ന ഈ സിസ്റ്റർഹുഡ് കോൺസെപ്റ്റിനെയൊക്കെ അവരങ്ങ് മറന്നു. നേരത്തെ അവർ ഡിസ്കസ് ചെയ്തിരുന്ന റെവല്യൂഷണറി ഫെമിനിസ്റ്റ് ഐഡിയാസിനെയും ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതിനെയും ആ ഒരു ഹോൾ സിസ്റ്റത്തെ തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ അവരങ്ങ് മറന്നു. ഇപ്പോൾ റെവല്യൂഷണറി ഫെമിനിസ്റ്റ് ഐഡിയാസ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസിലും അക്കാഡമിക് സർക്കിൾസിലും മാത്രമാണ്. അതുമാത്രമല്ല, ഈ റെവല്യൂഷണറി ഫെമിനിസ്റ്റ് തിയറി എഴുതിയിരിക്കുന്നത് തന്നെ വളരെ ഹാർഡായിട്ടുള്ള ലാംഗ്വേജിലാണ്. അത് കൂടുതൽ ആളുകൾക്കും അത് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബെൽ ഹുക്സിൻ്റെ തന്നെ ബുക്കായിട്ടുള്ള ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെൻറ്ററിന് അന്ന് ആ കാലത്ത് അത് അർഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു അറ്റൻഷൻ ലഭിച്ചിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ച് ഫെമിനിസ്റ്റുകൾ മാത്രം ഈ ഒരു റെവല്യൂഷണറി ചേഞ്ചിനെ അവർ നിരസിച്ചത്? കാരണം അന്ന് പവറിലുണ്ടായിരുന്ന ആളുകൾ ഈ ഒരു റെവല്യൂഷണറി ചേഞ്ച് ഈ ഒരു സിസ്റ്റത്തിൽ വരണമെന്നും അവരുടെ അധികാരത്തെ ചലഞ്ച് ചെയ്യണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഈ പവറിലുണ്ടായിരുന്ന മനുഷ്യർക്ക് ജസ്റ്റ് ഫെമിനിസം സ്ത്രീകൾക്ക് കൂടുതൽ ജോലി കിട്ടുക, കൂടുതൽ ശമ്പളം കിട്ടുക എന്നുള്ളത് മാത്രമായിട്ടാണ് അവർ കണ്ടത്. റിഫോമിസ്റ്റുകൾ എങ്ങനെയാണ് ഫെമിനിസത്തെ കണ്ടത്? റിഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾ കുറച്ചുകൂടി നല്ല ജോലിയും കുറച്ചുകൂടി നല്ല പണവും ഒക്കെയാണ് അവർ ആഗ്രഹിച്ചത്. കാരണം എന്നിരുന്നാൽ മാത്രമേ അവർക്ക് സൊസൈറ്റിയിൽ കുറച്ചുകൂടി ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുള്ളൂ. ഈ ഒരു ഉയർന്ന സ്ഥാനമാണ് അവർ ആഗ്രഹിച്ചത്. അവർ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിച്ചു. അവർക്ക് പുരുഷന്മാരുടെ കൺട്രോളിൽ നിന്നും ഒരു മോചനം വേണമായിരുന്നു. അതുമാത്രമല്ല, പുവറായിട്ടുള്ള വർക്കിംഗ് ക്ലാസ് വിമൻ ചെയ്തിരുന്ന കുറച്ച് മാത്രം ശമ്പളം കിട്ടുന്ന ഡിഫിക്കൽട്ട് ജോബ്സ് ഒന്നും ചെയ്യാനും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അടുത്തതായി ഹൂക്സ് ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഫെമിനിസത്തെ പറ്റിയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഫെമിനിസം ആകാമെന്ന കോൺസെപ്റ്റാണ് ലൈഫ് സ്റ്റൈൽ ഫെമിനിസം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെമിനിസത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസും കാണും. ഹൂക്സ് പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള വിമൻ ആയിക്കോട്ടെ, അവർ കൺസർവേറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിബറൽ ആയിക്കോട്ടെ, അവർക്കും ഫെമിനിസ്റ്റുകളാകാം വിത്തൗട്ട് ചലഞ്ചിങ് ദി പവർ സ്ട്രക്ചർ ഓർ പേട്രിയാർക്കി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. തൻ്റേതായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു. ചിലപ്പോൾ അവർക്ക് ചുറ്റും നടക്കുന്നത് സെക്സിസം ആയിരിക്കാം. പക്ഷേ അവർ പറയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എൻ്റെ ഫെമിനിസം വേറെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫെമിനിസം ഇന്ന കോൺസെപ്റ്റാണെന്ന് അവർ പറയുന്നു. അതായത് ആ സ്ത്രീ അവർക്ക് ചുറ്റും നടക്കുന്ന പേട്രിയാർക്കി അല്ലെങ്കിൽ ഒപ്രഷനെ ഒന്നും അവർ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പകരം അവർ അവരുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടതിന് വേണ്ടി മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫെമിനിസത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെ മാറുകയല്ലേ? ഫെമിനിസം കുറച്ചുകൂടി പേഴ്സണലായി മാറുകയല്ലേ? ഇതാണ് ലൈഫ് സ്റ്റൈൽ ഫെമിനിസം. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഷ്യൽ ചേഞ്ചിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അതാണ് ഫെമിനിസം. പക്ഷേ ഇവിടെ ഫെമിനിസം കുറച്ചുകൂടി ഒരു പേഴ്സണൽ ചോയ്സായി മാറുകയാണ്, നോട്ട് എ ഫൈറ്റ് ഫോർ ഇക്വാലിറ്റി. നമുക്കിവിടെ അബോർഷൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെക്സിസ്റ്റ് ഓപ്പറേഷനെ എൻഡ് ചെയ്യാനുള്ള മൂവ്മെൻറ്റാണ് ഫെമിനിസം. ഇപ്പോൾ ഒരു സ്ത്രീയോട് അബോർഷൻ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നീ നിർബന്ധമായും അബോർഷൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ആ സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെയാണ് ഡിനൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ചോയ്സിനെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അബോർഷനെതിരെ നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. പക്ഷേ എനിക്ക് മറ്റൊരാളുടെ അബോർഷൻ ചെയ്യാനുള്ള ചോയ്സിനെ കയറി ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരുടെ ആ ചോയ്സിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ എന്നെ ഒരു ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ ഞാനൊരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ അഡ്വക്കേറ്റായി മാറുന്നുള്ളൂ. അടുത്തതായി ഹൂക്സ് ഡിസ്കസ് ചെയ്യുന്നത് പവർ ഫെമിനിസത്തെ പറ്റിയാണ്. അതായത് മറ്റൊരു വ്യക്തിയെ അടിച്ചമർത്തിക്കൊണ്ട് എനിക്ക് ട്രൂ ഫെമിനിസ്റ്റ് ആകാൻ കഴിയില്ല. എനിക്കുള്ള അധികാരം മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതല്ല. ഒരാളുടെ അധികാരത്തെ അയാൾ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് റിയൽ ഫെമിനിസം അല്ല എന്നാണ് ഹൂക്സ് പറയുന്നത്. ഈ ഒരു എസ്സേയുടെ അവസാനത്തിൽ ഹൂക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെമിനിസത്തിന് ഇപ്പോൾ ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്നാണ് ഹൂക്സ് പറയുന്നത്. ഫെമിനിസത്തിന് അതിൻ്റെ പവറൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആളുകൾക്ക് ഇപ്പോൾ ഫെമിനിസം എന്താണെന്നൊരു ക്ലിയർ ഐഡിയ ഇല്ല. കാരണം ഫെമിനിസത്തെ പറ്റിയുള്ള ഡിഫറെൻ്റ് ഐഡിയാസ് ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഫെമിനിസത്തെ പറ്റിയിട്ടുള്ള നല്ല നല്ല ഡെഫിനിഷൻസ് ഉണ്ട്. അത് നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്യണമെന്നാണ് ഹൂക്സ് പറയുന്നത്. നമ്മൾ ആളുകളെ ഓർമ്മപ്പെടുത്തണം, ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ ഹെയ്റ്റിംഗ് അല്ല, ഫെമിനിസം ഈസ് അബൌട്ട് എൻഡിങ് സെക്സിസം. ഈ ഒരു ഐഡിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിനിസ്റ്റ് സ്ലോഗൻസ് ഉള്ള ടീഷർട്ട്സ്, ക്യാച്ചി ആയിട്ടുള്ള ഫെമിനിസ്റ്റ് സോങ്സ്, പരസ്യങ്ങളിലും ടി വിയിലും ഒക്കെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫെമിനിസം എന്താണെന്ന് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും.
ഹൂക്സ് പറയുന്നുണ്ട്, ലെറ്റ്സ് റീക്ലെയിം ദം, ലെറ്റ്സ് ഷെയർ ദം, ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ. നമുക്ക് ഫെമിനിസത്തെ പറ്റിയുള്ള നല്ല നല്ല ഡെഫിനിഷൻസ് വീണ്ടെടുക്കാം, നമുക്ക് ഈ ഡെഫിനിഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൂടെ ഫെമിനിസം ഇസ് എ മൂവ്മെൻറ്റ് ടു എൻഡ് സെക്സിസ്റ്റ് ഒപ്രഷൻ എന്ന സിമ്പിൾ ആൻഡ് പവർഫുൾ മെസ്സേജ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. ലെറ്റ് ദ മൂവ്മെൻറ്റ് ബിഗിൻ അഗെയിൻ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എസ്സേ ഒരു 2-3 വട്ടം വായിച്ചു നോക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.